എത്ര പിണക്കമുള്ളവരെയും ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു മഹാമന്ത്രമാണ് ഇന്ന് പറയുന്നത്. വേദഭാഗങ്ങളിലുള്ള ഈ മന്ത്രം ചൊല്ലിയാൽ കലഹം മാറും. അകന്നു കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാർ പിണക്കം മാറി ഒന്നിക്കും. വേദഭാഗങ്ങളിലെ മന്ത്രമാകയാൽ കുളി കഴിഞ്ഞ് ശുദ്ധിയായി ചൊല്ലണം. 4 വേദങ്ങളിൽ ഒന്നായ ഋഗ്വേദത്തിലെ അവസാനത്തെ 4 മന്ത്രങ്ങളാണ് ഐക്യമത്യ സൂക്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മന്ത്രം. 21 ദിവസം തുടർച്ചയായി 3 ഉരു വീതം രാവിലെ ചൊല്ലണം. ക്ഷേത്രങ്ങളിൽ ഐക്യമത്യ സൂക്തം കൊണ്ട് അർച്ചനകളും ഹോമങ്ങളും ചെയ്യാറുണ്ട്. അഭിപ്രായ ഭിന്നതകൾ മാറ്റാനും പിണക്കം മാറി ഒന്നിക്കാനും വഴിപാടുകൾ ചെയ്യാറുണ്ട്. രൂക്ഷമായ കുടുംബകലഹങ്ങളും പരസ്പര പിണക്കങ്ങളും ശമിപ്പിക്കാൻ ഐക്യമത്യ സൂക്തം കൊണ്ടുള്ള വഴിപാടുകൾ ഉണ്ട്. ബിസിനസ് പങ്കാളികളിലെ പിണക്കം, സ്ത്രീ പുരുഷ പിണക്കം, മേലുദ്യോഗസ്ഥന്മാരുമായി ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ ഒക്കെ പരിഹരിക്കാൻ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുകയോ സൂക്തം ജപിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇണങ്ങേണ്ടവരുടെ പേരും നക്ഷത്രവും പറഞ്ഞ് ചെയ്യുന്നതാണ് ഉത്തമം. ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി വഴിപാടുകൾ ചെയ്യുന്നവർ അതോടൊപ്പം നിത്യവും പ്രാർത്ഥനകളും നടത്തണം. 7 തവണയെങ്കിലും പുഷ്പാഞ്ജലി ചെയ്യണം. ഏതു ദിവസവും ചെയ്യാമെങ്കിലും ക്ഷേത്രാചാരങ്ങളുടെ പ്രത്യേക ദിവസമുണ്ടെങ്കിൽ അന്നേ ദിവസം ചെയ്യണം. അത്തരം കാര്യങ്ങൾ അതാത് വഴിപാടുകൾ ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ വിവേചനം ആകുന്നതുകൊണ്ട് പൊതുവായി വിശദമാക്കാൻ കഴിയില്ല. ഐക്യമത്യ സൂക്തം പറയുന്നു: ഓം സംസമിദ്യവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ആ ഇളസ്പദേ സമിദ്യസേ സനോ വസൂന്യാഭര സംഗച്ഛത്വം സംവദത്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാപൂർവേ സംജാനാന ഉപാസതേ സമാനോ മന്ത്രസമതി സമാനി സമാനം മനസ്സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേ വസമാനേനവോ കവിഷാ ജൂഹോമി സമാനീവ ആകൂതി സമാന ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസു സഹാസതി. സൂക്തത്തിന്റെ അർത്ഥം: എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും തരുന്ന ഭഗവാനെ, അങ്ങയുടെ പ്രകാശം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവിധ സമൃദ്ധിയും ഐശ്വര്യവും തരയണമേ. എല്ലാവരും ഒന്നിച്ചു ചേരണം. പരസ്പരം ആശയം ഒന്നായി സംസാരിക്കുകയും മനസ്സുകൾ തമ്മിൽ അറിയുകയും പണ്ട് ദേവന്മാർ എങ്ങനെ സഹകരിച്ച് പ്രവർത്തിച്ചുവോ അതുപോലെ പ്രവർത്തിക്കുക. മന്ത്രം ഒന്നായി തീരട്ടെ. ഒരേ വികാര വിചാരങ്ങൾ ഉണ്ടാകട്ടെ. ഒരു മന്ത്രത്തെ ഉപദേശിച്ചു തരുന്നു. അഭിപ്രായങ്ങളും ഹൃദയങ്ങളും മനസ്സുകളും ഒന്നായി തീരട്ടെ. കൂടിച്ചേരലുകളും ഒന്നായി ശോഭിക്കട്ടെ. തികഞ്ഞ സംസ്കൃത മന്ത്രമാകുന്നതുകൊണ്ട് സ്വരത്തോടെ ചൊല്ലണമെന്നാണ് മന്ത്രശാസ്ത്രം അനുശാസിക്കുന്നത്. ഓരോരോ പ്രാദേശിക ഭാഷകളിൽ ചൊല്ലുമ്പോൾ അതാത് സ്വരമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ മലയാള സ്വരത്തിലാണ് ഉച്ചരിക്കുന്നത്. 21 ദിവസം ഈ സൂക്തം 3 ഉരു വീതം രാവിലെ ചൊല്ലുക. ക്രമേണ ഫലം ലഭിക്കും. കൂടുതൽ മന്ത്രവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക.